ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഒരു നെയിൽ ഗ്രോത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലേക്ക് നല്ല നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഐ എം വെരി മച്ച് ഹാപ്പി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് വന്നത്. എല്ലാവർക്കും കുറേ പേർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവർ വളർത്താൻ നോക്കുമ്പോഴൊക്കെ പൊട്ടി പൊട്ടി പോകായിരുന്നു പറഞ്ഞാൽ നടന്നു. പക്ഷേ ഈ ഒരു റെമഡി ചെയ്തപ്പോൾ സൂപ്പർബായിട്ട് വന്നു. പിന്നെ ആ ഒരു വീഡിയോ തന്നെയാണ് നമുക്ക് നല്ല വ്യൂസ് ആയിട്ട് കിടക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പേർക്ക് വൈറ്റമിൻ ഇ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തു. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് കിട്ടോ. ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസും, പിന്നെ ഈ ഡേറ്റ് എൻ്റെ ഒരു പോസ്റ്റിൽ എനിക്കൊരു കമൻറ്റ് വന്നു, ചേച്ചി എനിക്കത് വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞിട്ട്. അതെല്ലാവർക്കും വർക്കൗട്ട് ആവുന്നൊരു റെമഡിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ് ചിലപ്പോൾ നെയിൽസ് വളരാതിരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാം. അപ്പം ഞാൻ അങ്ങനെ ഉള്ള കുറച്ച് പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേറൊരു റെമഡി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇത് ചെയ്യാനായിട്ടും പല രീതികളുണ്ട്. അപ്പം ഞാൻ അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലെൻസ് ചെയ്ത് അതിൽ ഒരു ഇമ്പ്യൂരിറ്റീസോ ഒന്നും പാടില്ല. നമുക്ക് അങ്ങനെ ആക്കിയെടുക്കണം നമ്മുടെ കൈകൾ. അതായത് എസ്പെഷ്യലി നമ്മുടെ ഈ നെയിലിൻ്റെ പാർട്ട്, എൻ്റെ നെയിൽസ് കണ്ടില്ലേ, വെരി സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ലോങ് നെയിൽസ് ആണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളം എടുക്കാം. ഇളം ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഷാമ്പു ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പു ആഡ് ചെയ്താൽ മതി, ഇന്നതൊന്നുമില്ല. കുറച്ച് ഷാമ്പു ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ഹാഫ് ലെമൺ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് നന്നായിട്ട് പതിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് കൈകൾ ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞ ഈ ലെമണിൻ്റെ ആ ഒരു തൊലി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ആ ലെമണിൻ്റെ തൊലിയിലോട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് അതെടുത്തിട്ട് നന്നായിട്ട് നിങ്ങളുടെ നഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നന്നായി ക്ലീൻ ചെയ്യാം. അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ ആ ലെമണിൻ്റെ തൊലി കൂടി ഇട്ടിട്ട് നിങ്ങൾ ആ കൈകൾ അതിൽ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കുക. അപ്പോൾ നന്നായിട്ട് കയ്യിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇപ്പം നഖത്തിൻ്റെ ഇടയിൽ അങ്ങനെ വല്ല ഒരു ബാക്ടീരിയ സംതിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പ്രോസസ്സ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം, മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ നല്ല നെയിൽസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ആ കളർ ഡേർട്ടൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോയി കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു നാരങ്ങ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നത് വഴി അതുകൂടി നമുക്ക് പോയി കിട്ടും. ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളി എല്ലാവരുടെ വീട്ടിലും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ആ വെളുത്തുള്ളി എടുത്തിട്ട് അതിങ്ങനെ നന്നായിട്ട് നഖത്തോണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. അത് നമ്മുടെ നഖത്തുമ്മ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാണ്ട് നഖത്തുമ്മയൊക്കെ നന്നായിട്ട് പുരട്ടുക. അതിൻ്റെ നീരിങ്ങനെ ആക്കി നഖത്തോണ്ട് തന്നെ ആക്കി ഇങ്ങനെ പുരട്ടുക. ഇത് നന്നായി നഖത്തുമ്മ കയറ്റിയൊക്കെ ആക്കി നോക്കുക. ഇത് നമുക്ക് എന്നും ചെയ്യേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇടവിട്ടോ എങ്ങനെയാണ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ TV കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ നടക്കുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു വെളുത്തുള്ളി എടുത്തിട്ട് ഇത് ചെയ്യാവുന്നതുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. നമ്മൾ ഈ വെളുത്തുള്ളി എന്തുകൊണ്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ വെളുത്തുള്ളിയിൽ നന്നായിട്ട് സെലനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മുടെ നെയിൽസിന്റെ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി പ്രിഫർ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ വെളുത്തുള്ളി എല്ലാവരുടെ വീട്ടിലുണ്ടാവും വാങ്ങിക്കാൻ. അത് നമ്മുടെ ഒരു കറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പോയിട്ട് മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി തന്നെ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നല്ലൊരു റിസൾട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇടവിട്ടോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ദിവസത്തിൽ ഒരു വട്ടം മതി, ഡേ ബൈ ഡേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ഗാർലിക് ഓയിൽ എന്നാണ് പേര്. ഗാർലിക് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ആദ്യം ആവശ്യമായിട്ട് വരുന്നതാണ് വെളുത്തുള്ളി. എല്ലാവരുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനമാണ് ഈ വെളുത്തുള്ളി ഇടാണ്ട് ഒരു കറിയില്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി 2 എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒലിവ് ഓയിൽ. ഇത് ചിലപ്പോൾ കുറച്ചൊരു സ്കേഴ്സിറ്റി ഉണ്ടാവാം, കിട്ടാൻ സാധ്യത കുറവാണ്. എങ്കിൽ കൂടി ഇതുണ്ടെങ്കിൽ ഇതാണ് നല്ലത് കേട്ടോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഇതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതേ ഗ്യാസ്മ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇത് ഓയിൽ ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒഴിക്കാം. അപ്പോൾ ഞാനത് വെള്ളത്തിൻ്റെ അംശം പോയപ്പോൾ ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് 2 ടീസ്പൂൺ നമ്മൾ പറഞ്ഞ ഒലിവ് ഓയിൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിങ്ങനെ ചെയ്യണ കാരണം നമ്മൾ
ഇതിപ്പോൾ 2 ടീസ്പൂൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇനി ആ ഫ്ലെയിം നമ്മൾ ആക്കാൻ പോകുന്നത്. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ മതി കേട്ടോ നമുക്ക് ചൂടാക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വളരെ ചെറിയൊരു ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് ബബിൾസ് ഒന്നും വരണ്ട നമുക്ക്. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കി വെക്കാം കേട്ടോ ഫ്ലെയിം. അപ്പോൾ ഇത് ബബിൾസ് ഒന്നും വരണ്ട അങ്ങനെ അധികം. ഞാൻ ആയി തുടങ്ങി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒലിവ് ഓയിലിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഉണ്ടാക്കിയ ഓയിൽ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ നഖത്തുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു കുഞ്ഞു ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്ക് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ നെയിൽസിൽ അത് പറ്റി പിടിക്കത്തുള്ളൂ. കൂടുതൽ എടുക്കണ്ട, കാരണം ബെഡിലൊക്കെ ആവുമല്ലോ. വളരെ കുറച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിട്ട് എല്ലാ നെയിൽസിനും നിങ്ങൾ നന്നായിട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ കൂട്ടിക്കിൾസിൻ്റെ അവിടെ നന്നായിട്ട് അത് മുകളിലോട്ട് പുള്ള് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അത് പുരട്ടി കൊടുക്കാം. എന്നാൽ മാത്രമാണ് ആ നെയിൽ ഗ്രോത്ത് നന്നായിട്ട് വരത്തുള്ളൂ. ആ ക്യൂട്ടിക്കിൾസ് നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മളത് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ക്യൂട്ടിക്കൽസ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. എക്സ്ട്രാ ഒരു സംഭവം ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ബാക്കിയുള്ളവർക്ക് കൂടി അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. ഐ ആം ഡാം ഷ്യൂർ. നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. പ്ലസ് അവിടെ ഒരു ബെൽ ബട്ടൺ കൂടി ഇടും, അത് പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമുള്ള വീഡിയോ ആയിട്ട് വരാനായിരിക്കും. ദിസ് ഈസ് യുവർ ഗേൾ ചാൻഡ് സൈനിങ് ഔട്ട്. ബൈ.